വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ചെയ്തതായി ആരോപണം. പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയയാൾ വോട്ട് ചെയ്യാനാകാതെ മടങ്ങി. വടക്കാഞ്ചേരി സ്വദേശി പാറപ്പറമ്പിൽ സജീവനാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിയത്. ഇന്ന് രാവിലെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 49-ാം ബൂത്തിലാണ് സംഭവം. വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയ സജീവന്റെ വോട്ട് ആരോ പോസ്റ്റൽ വോട്ടായി ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. BJP പ്രവർത്തകന്റെ വോട്ടാണ് പോസ്റ്റൽ വോട്ടായി മറ്റാരോ ചെയ്തത്. ഉദ്യോഗസ്ഥർക്ക് പറ്റിയ പിഴവാണെന്നാണ് ആരോപണം. സംഭവത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ഗേൾസ് ഹൈസ്കൂൾ ബൂത്ത് നമ്പർ 49 നടന്ന സംഭവമാണ്. ഈ നിൽക്കുന്ന സജീവ് വോട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് പോസ്റ്റൽ ബാലറ്റിൽ വേറെ ആരും ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ഷൻ അധികാരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സമാശ്വാസം വോട്ട് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ. ഇതിന് നമ്മൾ കള്ളവോട്ട് എന്നാണ് പറയുക. ഇത് വേറെ ഒന്നും പറയാനായിട്ടില്ല. ആയിട്ടുള്ള അനുഭവം സജീവൊന്നും എല്ലാവർക്കും ചെയ്യണമാതിരിയാണ് ബൂത്തിൽ കയറിയത്. ഇത് കയറിയപ്പോൾ ഓഫീസോട്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ അവിടെ നിന്ന് 1-2 വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് നേരം ടീമിൻ്റെ പുറത്തേക്ക് കടന്നോളാന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് സ്ലിപ്പ് ചെയ്യാം പോരെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് ഉണ്ടായി അത് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ അത് അവരുടെ ഔദാര്യം. ഇതിനർത്ഥം നമ്മൾ നമ്മുടെ അലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കള്ളവോട്ടാണെന്നുള്ളതാണ്. ഞങ്ങൾ കുറച്ച് പേര് അവിടെ പോയിട്ട് അവിടെ പറഞ്ഞപ്പോൾ ഇലക്ഷൻ നിർത്തി വയ്ക്കാനോ വേറെ നിർവാഹമില്ല, നിങ്ങൾ എന്താ വെച്ചാൽ പറ്റുന്നത് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ദാർഷ്ട്യത്തോടെയാണ് അവരുടെ പെരുമാറ്റം. ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കും. 49-ാം ബൂത്തിലെ തെരഞ്ഞെടുപ്പ് അവർ നിർത്തിവെക്കാൻ അവർ തയ്യാറല്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. തികച്ചും ധാർഷ്ട്യത്തോടെ കൂടിയിട്ടുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കാൻ ചെന്ന സമയത്ത് കൗണ്ട് ചെയ്യില്ല വോട്ട്, പകരം സമാശ്വാസ വോട്ട് ചെയ്യിപ്പിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് കൗണ്ട് ചെയ്യാത്ത വോട്ട് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനെതിരെ അവർ ധാർഷ്ട്യത്തോടു കൂടിയിട്ടുള്ളവരുടെ മറുപടിയാണ് അവരെ കിട്ടിയിട്ടുള്ളവരുടെ ഭാഗത്ത് നിന്ന്. ഇതിനെതിരെ ശക്തമായിട്ട് BJP രംഗത്ത് വരും. ഇത് ഈ ഒരു വിഷയത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുന്നത്. അത് പോയി ഇപ്പോൾ ടെക്നിക്കൽ കാരണങ്ങൾ പറഞ്ഞിട്ട് നിഷേധിക്കുന്നത് ശരിയല്ല. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ട് അതിനുള്ള ഇയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ BJP അതിനെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അതിന് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലീഗൽ ഇൻചാർജാണ്. ഇത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തന്നെ നമ്മൾ ഇതിന് നേരിടും. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.